ഇപ്പോൾ ജ്യോതികുമാർ ചാമക്കാല കോൺഗ്രസ് നേതാവ് ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ജ്യോതികുമാർ, ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ പുതിയ നീക്കം വരുന്നത് രാഹുലിനെതിരായ എഫ്ഐആർ, അതിലെ വിവരങ്ങൾ, വിശദാംശങ്ങൾ, MLA-ക്കെതിരെ കേസുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ സ്പീക്കറെ അറിയിക്കാൻ പോവുകയാണ്. അതായത് പുതിയൊരു ചുവടുവയ്പ് കൂടി നടത്തുകയാണ്. എന്താണ് പ്രതികരണം കോൺഗ്രസിന്റെ? സ്പീക്കറെ അറിയിക്കുന്നതുകൊണ്ട് ഈ നിയമസഭയൊന്നും ഇടിഞ്ഞു വീഴില്ലല്ലോ. ഇവിടെ നിയമസഭയിലുള്ള MLA-മാർ ചാർജ് ഷീറ്റ്, എഫ്ഐആർ ഇട്ട് കേസ് അന്വേഷിച്ച് ചാർജ് ഷീറ്റ് കോടതിയിൽ കൊടുത്ത MLA പ്രതികരണമല്ലേ ഒരാൾക്കെതിരെ എഫ്ഐആർ ഉണ്ട് എന്നുള്ള കാര്യം അറിയിക്കാൻ പോകുന്നത്? അതിന്റെ പേരിൽ എന്താ നിയമസഭ ഇടിഞ്ഞു വീഴുമോ? ഇത്തരം അഭ്യാസങ്ങൾ ഉമ്മാക്കി കാണിക്കലൊന്നും വേണ്ട. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒറ്റപ്പെടുത്തി ആക്രമിച്ചു കളയാന്ന് കരുതിയാൽ അതൊന്നും സമ്മതിക്കില്ല. അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്, ശരിയാണ്. അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടൊന്നുമില്ല. ആ ഒരു ഓർമ്മ ഇടതുപക്ഷത്തിൽ എപ്പോഴും ഉണ്ടാകുന്നത് നല്ലതാണ്. അതായത് രാഹുലിന് പിന്നിൽ ബാക്കിയുള്ള സാമാജികരും അണിനിരക്കും. ഞാൻ പറഞ്ഞതിൽ നിന്ന് വ്യക്തമാണുള്ള കാര്യങ്ങൾ. അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടേ ഉള്ളൂ. അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല. അദ്ദേഹത്തെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ അനുവദിക്കുകയുമില്ല. രാഷ്ട്രീയമായി അദ്ദേഹത്തെ വേട്ടയാടാൻ വിട്ടുകൊടുക്കുകയുമില്ല. ഇപ്പോഴത്തെ ഒരു സ്വാഭാവിക നടപടിക്രമമായിട്ടാണോ കാണുന്നത്? കാരണം അദ്ദേഹം ഒരു നിയമസഭാ സാമാജികനാണ്. അപ്പോൾ എടുക്കാൻ പോകുന്ന നടപടി സംബന്ധിച്ചൊക്കെയുള്ള സ്പീക്കറിന്റെ അനുമതി അല്ലെങ്കിൽ തേടുക, സ്പീക്കറെ റിപ്പോർട്ട് ചെയ്യുക എന്നത് വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആ നിലയ്ക്കാണോ കാണുന്നത്? അതല്ല ഇതൊരു ഈ പറയുന്ന രീതിയിൽ താങ്കൾ പറയുന്നത് പോലെ ഒരു വേട്ടയാടലിന്റെ അല്ലെങ്കിൽ ഇത് രാഷ്ട്രീയമായി പൊളിറ്റിക്കലി ഇത് യൂസ് ചെയ്യുന്നു ഈ സംഭവത്തെ എന്നാണോ മനസ്സിലാക്കേണ്ടത്? എന്താണ് രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നതായിട്ടൊരു തർക്കവുമില്ലല്ലോ. കാരണം നമുക്കറിയാവുന്നതുപോലെ നേരത്തെ പലപ്പോഴും അന്വേഷിച്ച് അദ്ദേഹത്തിന് നോട്ടീസ് പോലും കൊടുത്ത് അദ്ദേഹത്തെ ഒന്ന് കസ്റ്റഡിയിൽ എടുക്കാനോ ചോദ്യം ചെയ്യാനോ ജയിലടയ്ക്കാനോ കഴിയാത്ത കേസായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ കൊള്ളക്കം ഉണ്ടാക്കിയ നിങ്ങളൊക്കെ പോഷിച്ച ആ വിവാദങ്ങൾക്കൊന്നും ഒരു അടിസ്ഥാനവും ഉണ്ടായിരുന്നില്ല എന്ന് ബോധ്യപ്പെട്ടു. എന്നാൽ ഇതെല്ലാം കഴിഞ്ഞ് അദ്ദേഹത്തിനെതിരെ ഇപ്പോ പാർട്ടി നടപടിയെടുത്ത് സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വീണ്ടും നോട്ടീസ് കൊടുക്കാന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ ഒരുമാതിരി തരം താഴ്ന്ന ചീപ്പസ്റ്റ് ആയിട്ടുള്ള പണികളാണ് സർക്കാരിന്റെ ഭാഗത്തും പാർട്ടിയുടെ ഭാഗത്തും ഉണ്ടാകുന്നത്. തർക്കവുമില്ല. ഇതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കല്ലേ. ജനങ്ങൾക്ക് ഇതൊക്കെ ബോധ്യപ്പെടുവേ. വരട്ടെ, നമുക്ക് കാത്തിരുന്ന് കാണാം. ഏതായാലും ഒന്നുണ്ട്, അദ്ദേഹത്തിനെതിരെ കേസുണ്ടായിക്കോട്ടെ, കേസ് സ്പീക്കറെ അറിയിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് പ്രശ്നമില്ല. അങ്ങനെ ഒറ്റത്തിരിഞ്ഞ് ആക്രമിക്കാൻ ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും. അപ്പോൾ ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കോൺഗ്രസിൽ പിന്തുണ ഏറുകയാണ് അല്ലേ? ഞാൻ പറഞ്ഞത് വ്യക്തമല്ലേ? അദ്ദേഹം കോൺഗ്രസ്സുകാരനാണല്ലോ. അദ്ദേഹം പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ശരിയാണ്. അതിന്റെ അർത്ഥം അദ്ദേഹം ആജീവനാന്ത കോൺഗ്രസിൽ നിന്ന് പുറത്താകുന്നതല്ലോ. അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്, ഒരു നടപടിയുടെ ഭാഗമായിട്ടാണ്. അതിന്റെ പേരിൽ അദ്ദേഹത്തെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാമെന്ന് കരുതിയാൽ അത് നടക്കുകയില്ല.